ക്രൂശിൻ്റെ അനുഗ്രഹ നിമിഷങ്ങളെ ഞങ്ങൾക്ക് നൽകിയവനെ, കാൽവരി ക്രൂശിലെ രക്ഷ അവിടുന്ന് ഞങ്ങൾക്ക് ലഭ്യമാക്കി, അവിടുന്ന് ലഭ്യമാക്കിയ ആ രക്ഷയുടെ അനുഭവത്തിൽ അടിയങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ശരണം പ്രാപിക്കട്ടെ. ക്രൂശിൽ കൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവികമായ സ്നേഹത്തിൻ്റെ നിറവിൽ ഒരിക്കൽ കൂടെ നിൻ്റെ പാദപ്പെടുത്ത് ശരണം പ്രാപിപ്പാൻ ഈ വിശുദ്ധി ദിനത്തിൻ്റെ ഉച്ച കഴിഞ്ഞുള്ള നിമിഷങ്ങളെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇന്നേ ദിവസം ദൈവസന്നിധിയിൽ അവിടുത്തെ ഹിതപ്രകാരം വചനവുമായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ക്രൂശിലെ ഓരോ മൊഴികളെക്കുറിച്ച് ധ്യാനിക്കുവാനും ക്രൂശിലെ മൊഴികളെക്കുറിച്ച് പഠിക്കുവാനും കേൾക്കുവാനും ദൈവവരം ഞങ്ങൾക്കും അത് സംസാരിക്കുന്ന അവിടുത്തെ മക്കൾക്കും ലഭ്യമാക്കണമേ. അവിടുത്തെ ചിറകൻ മറവിൽ ഞങ്ങളെ അവിടുന്ന് ഭദ്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യാവസാനം കൂടെ ഇരിക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഇപ്പോൾ നമുക്കിരിക്കാം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി നമ്മുടെ പുതിയ കീർത്തന പുസ്തകത്തിൽ 159 കീർത്തനം ആലപിക്കാം. പുതിയ കീർത്തന പുസ്തകം 159. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമായി സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു. നിത്യമാം സന്തോഷം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനായി. മാനപാത്രവുമായി സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതി എനിക്കാശ്വാസമായി. ദൈവസ്നേഹം എന്നെയും ആത്മാവിനാൽ സമ്പന്നനാക്കിയല്ലോ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. മായലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ എൻ പ്രശംസയേ, എൻ്റെ ആനന്ദമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. നമുക്ക് നിൽക്കാം. സങ്കീർത്തനം 22 വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 22 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്?
എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതും എന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചും അവർ നിങ്കൽ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തല കുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവന് പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തുനിന്ന് പുറപ്പെടുവിച്ചവൻ, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നികൾ എടുപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാൽ കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ഭവിഷ്യതയോടെ അലർന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായി പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂങ്ങിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകു പോലെയായി, എൻ്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഒട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ട് മരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ. വാളിങ്കൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പൻ, യാക്കോബിൻ്റെ സകല സന്തതികളുമായുള്ളൂരി അവനെ മഹത്വപ്പെടുത്തുവൻ. ഇസ്രായേലിൻ്റെ സർവ്വസന്തതിയുമായുള്ളൂരി അവനെ ഭയപ്പെടുവൻ. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല, തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കെ അത്രേ ചെയ്തത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയവൻ പരിശുദ്ധാത്മാവിനാൽ പതിക്കപ്പെട്ട് കന്യകമറിയിൽ ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവെന്ന് എഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയും പാപമോചനവും ശരീരത്തിന്റെ പുനരുത്ഥാനവും നിത്യജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്കിരിക്കാം. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, കാൽവരി ക്രൂശിലേക്കുള്ള യാത്രയിൽ ആ ക്രൂശിൻ്റെ സമീപത്ത് ക്രൂശിൻ്റെ ചുവട്ടിൽ നാം എത്തിച്ചേർന്നു. ക്രൂശിൻ്റെ ചുവട്ടിലെത്തിച്ചേരുമ്പോഴും ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ വേദപുസ്തകം നമുക്ക് നൽകുകയാണ്. ഒരു ചാമ്പൽ ബുധൻ തുടങ്ങി ആരംഭിച്ചതായ ധ്യാന പഠനങ്ങളും വചനവായനയും ഒക്കെ ഇന്ന് ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ അടുത്ത് എനിക്ക് ലഭ്യമാൻ പോകുന്നത് ഈ കാൽവരി ക്രൂസിൽ നിന്നും കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യാശയുടെ തീരത്തിലേക്ക് ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്ന ചിന്ത തന്നെയാണ്. ആ ഒരു പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ട് നാം ഇന്ന് കാത്തിരിക്കുന്നുണ്ട്. പുനരുദ്ധാനത്തിന് മുമ്പേ ക്രൂശിൻ ചുവട്ടിൽ ശരണം പ്രാപിക്കുമ്പോൾ ക്രൂശിലേക്ക് കർത്താവിനെ നയിച്ച അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ക്രൂശിലേക്കുള്ള കർത്താവിൻ്റെ യാത്രയിൽ ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. ഒത്തിരിയേറെ വ്യക്തികളെ ഈ ഗത്സമന തോട്ടത്തു നിന്നുള്ള യാത്രയിൽ കർത്താവിൻ്റെ ചുറ്റുപാടും നമുക്ക് കാണുവാനായി സാധ്യമാകും. അതിൽ ഒരു ചില വ്യക്തികളെക്കുറിച്ച് അല്പസമയം ധ്യാനിക്കാം. ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ശിമോൻ പത്രോസ്.
പറയാം, യേശുക്രിസ്തു പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ ശിമോൻ പത്രോസ് ഒരു സാഹചര്യത്തിൽ, ഒരു ഘട്ടത്തിൽ ബലഹീനതയിൽ ശരണം പ്രാപിച്ചിട്ട് അവനെ എനിക്കറിയില്ല എന്ന് തള്ളിപ്പറയുന്ന ശിമോൻ. 3 പ്രാവശ്യം തള്ളിപ്പറയുമ്പോഴും 3-ാമത്തെ പ്രാവശ്യമുള്ള കർത്താവിൻ്റെ കാഴ്ച അവൻ്റെ മുഖത്തേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് പതിക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ പാപം ചെയ്തു പോയി. അപ്പോൾ കാൽവരി ക്രൂശിലേക്കുള്ള കർത്താവിൻ്റെ യാത്രയിൽ 1-ാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് അനുതാപത്തോടുകൂടെ മടങ്ങി വരുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞല്ലോ, തൻ്റെ ഗുരുവിനെ അറിയില്ല എന്ന് പറഞ്ഞല്ലോ എന്നുള്ള ഈ ആകുല ചിന്ത അവനെ അനുതാപത്തിലേക്ക് നയിക്കുന്നുണ്ട്. പുറത്തേക്ക് പോയി കരഞ്ഞ് വിലപിക്കുകയും ചെയ്യുന്ന ശിമോൻ പത്രോസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിത്വം പറയുന്നത് നിന്റെ പാപങ്ങളെ ചൊല്ലി അനുദപിക്കുവാനായിട്ട് കഴിയണം. ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്ന, ക്രൂശിലേക്കുള്ള യാത്ര ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിൻ്റെ നോട്ടം നിന്നിൽ പതിയുമ്പോൾ, വചനത്തിൽ കൂടെ നിന്നിൽ പതിയുമ്പോൾ നീ തിരിച്ചറിയണം, നീ പാപിയാണ്, നിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും പാപമുണ്ട്, നീ കണ്ണുനീരോടുകൂടെ അനുദപിക്കുവാനായിട്ട് കഴിയണം എന്നത്. ക്രൂശിലേക്കുള്ള കർത്താവിൻ്റെ യാത്രയിൽ 2ാമത് കാണുവാൻ കഴിയുന്ന മറ്റൊരു ചിത്രമാണ് യൂദാ ഇസ്കാരിയോത്ത്. അവനെക്കുറിച്ച് നമുക്കറിയാം, താലത്തിൽ വെള്ളമെടുത്ത് പാദങ്ങൾ കഴുകുമ്പോഴും തൻ്റെ ശരീരവും തൻ്റെ രക്തവും വിഭാഗിച്ച് കൊടുക്കുമ്പോഴും കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ നീ തന്നെ എന്ന് പറയുന്ന വേളയിലും കർത്താവിൻ്റെ കയ്യിൽ നിന്നും അപ്പകഷ്ണവും വീഞ്ഞും വാങ്ങി ഭക്ഷിച്ച് പാനം ചെയ്ത് അവിടെ നിന്ന് ക്ഷണത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന യൂദ. അവരെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഈ അക്കൽധാമ എന്ന് പറയപ്പെടുന്നൊരിടത്താണ്. തൻ്റെ സമ്പാദ്യങ്ങൾ നഷ്ടമായി പോയല്ലോ, തൻ്റെ പ്രവൃത്തികൾ അത് തെറ്റായി പോയല്ലോ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ അനുദപിക്കുവാനായി മനസ്സ് കാണിക്കാതെ, അനുദപിക്കുവാൻ കഴിയാതെ, മടങ്ങി വരുവാനായി കഴിയാതെ, ജീവിതത്തിൽ മരണത്തിന് മാത്രമേ എന്നെ രക്ഷിക്കുവാൻ കഴിയുമെന്ന ചിന്തയോടുകൂടെ മരണത്തിന് ശരണം പ്രാപിക്കുന്ന യൂദ. പ്രിയമുള്ളവരെ, ഞാൻ പാപി എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ, കർത്താവ് വചനം എന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മരണത്തിൽ കൂടെയുള്ള രക്ഷയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, അനുതാപത്തോടുകൂടെ മടങ്ങി വരിക എന്നത് തന്നെയാണ്. അപ്പോൾ 2ാമത്തെ യാത്രയിൽ 2ാമത്തെ ചിത്രം എന്നത് യൂദാ ഇസ്കാരിയോത്ത്. 3-ാമത്തെ ചിത്രം എന്ന് പറയുന്നത് പീലാത്തോസിൻ്റെ ഭാര്യ. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് വിളിക്കുന്ന വേളയിൽ പീലാത്തോസിൻ്റെ ഭാര്യ ഒരു കത്ത് എഴുതി കൊടുക്കുകയാണ്, ആ മനുഷ്യൻ്റെ മേൽ നീ ന്യായം നടത്തരുത്, അവൻ നീതിമാനാണ്, അവൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന് പറയുന്ന പീലാത്തോസിൻ്റെ ഭാര്യ. ക്രിസ്തുവിനെ ആരെന്ന് അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല എങ്കിലും നിഷ്കളങ്കമായ ക്രിസ്തുവിൻ്റെ മനോഭാവം കണ്ടിട്ട്, നിഷ്കളമാകുന്ന ക്രിസ്തുവിൻ്റെ ആ നില കണ്ടിട്ട്, മൗനമായി നിൽക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന ഒരു ഭാവം കണ്ടിട്ട് അകത്തളങ്ങളിലിരുന്നിട്ട് പീലാത്തോസിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, അവൻ നീതിമാനാണ്, അവനെ വിട്ടയക്കുക. പ്രിയമുള്ളവരെ, പലപ്പോഴും നീതിമാൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ തെറ്റായി പോകുന്ന തീരുമാനങ്ങളായി മാറുകയാണ്. തൻ്റെ ഭാര്യ പറഞ്ഞിട്ട് പോലും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയാതെ അനീതിയുടെ അധികാരത്തിൻ്റെ ആ ഒരു സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പീലാത്തോസ്. എങ്കിൽ നിൻ്റെ ചിന്ത, നിൻ്റെ പ്രവൃത്തി തെറ്റി എന്ന് പഠിപ്പിക്കുന്ന ഭാര്യ. അങ്ങനെയുള്ള ഒരു ജീവിതം, നീ ചെയ്യുന്നത് തെറ്റ് എന്ന് പറയുവാനായിട്ട് നമ്മുടെ കൂടെ ഒരു സന്തതി സഹചാരി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ക്രൂശിലേക്കുള്ള യാത്ര പഠിപ്പിക്കുന്നുണ്ട്. 4-ാമതായി ക്രൂശിലെ യാത്ര നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ചിത്രം, മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. യേശുവിൻ്റെ ചുറ്റും കൂടി നിന്നവർ യേശുവിനെ ഉപദ്രവിക്കുമ്പോൾ, യേശുവിനെ കല്ലെറിയുമ്പോൾ, കാർക്കിച്ച് തുപ്പുമ്പോൾ, ചട്ടവാർ കൊണ്ടടിക്കുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ച് പലയിടങ്ങളിലും അഭയം പ്രാപിക്കുമ്പോൾ യേശുവിൻ്റെ ചുറ്റും ആയിരുന്നത് കുറച്ചേറെ സ്ത്രീകൾ മാത്രമായിരുന്നു. അവർ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ മുഖം തുടച്ച് അവനെ ആശ്വസിപ്പിച്ച കരങ്ങൾ നീട്ടുമ്പോഴും കർത്താവ് പറഞ്ഞൊരു വാക്ക് എങ്ങനെയാണ്?
നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെ മക്കളെ ഓർത്ത് കരവേൻ. പ്രിയമുള്ളവരെ, ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. നീ കർത്താവിനെ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല, കർത്താവിൻ്റെ വേദനയിൽ നീ ദുഃഖിക്കേണ്ടതില്ല. മറിച്ച് നിൻ്റെ മക്കളെ ഓർത്ത്, നിൻ്റെ തലമുറകളെ ഓർത്ത് വേദനിക്കുവാനും വ്യാകുലപ്പെടുവാനും അവർക്ക് വേണ്ടിയൊക്കെ കരയുവാനായിട്ട് നിനക്ക് കഴിയണം. തുടർന്ന് ക്രൂസിലേക്കുള്ള യാത്രയിൽ നമ്മെ പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ ചിത്രം, അഞ്ചാമത്തെ വ്യക്തിത്വം കുറേന്യക്കാരനായ ശിമോൻ. ആ മനുഷ്യൻ്റെ ചിന്തകളും ആ മനുഷ്യൻ്റെ നിലയും ഒക്കെ വളരെ വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. കൃഷിയിടത്ത് നിന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുവാനായിട്ട് ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് യേശുവിൻ്റെ വേദനാസഹജമാകുന്ന യാത്ര കണ്ട് വിലപിക്കുമ്പോൾ പടയാളികൾ അവനെ പിടിച്ച് യേശുവിൻ്റെ ക്രൂശ് ചുമക്കുവാനായിട്ട് ഏൽപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ യേശുവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ച ഏക മനുഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് ശിമോനാണ്, കുറേന്യക്കാരനായ ശിമോനാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടോ? ക്രിസ്തുവിനെ ക്രൂശ് ചുമക്കുവാൻ നിനക്ക് ഭാഗ്യമുണ്ടോ? നമ്മൊന്ന് എന്നോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആരോരുമില്ലാത്ത, എല്ലാവരും കൈവിടുമ്പോഴും ആരെന്ന് പോലും അറിയാത്ത ഒരു മനുഷ്യൻ്റെ ക്രൂശ് ചുമക്കുവാൻ കുറേന്യക്കാരനായ ശീമോനെ കർത്താവ് നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ, കർത്താവിനെ അറിയുന്ന, കർത്താവിൻ്റെ വിശുദ്ധ സാക്രമെന്റ് സ്വീകരിച്ച് രക്ഷയുടെ പാത്രങ്ങളായി തീരപ്പെടുന്ന പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കേണ്ടവരാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുന്നവനൊക്കെ വാഴ്ത്തപ്പെട്ടവരാണ്. കുറേനേക്കാരനായ ശിമോൻ ക്രിസ്തുവിനെ ക്രൂശ് ചുമന്നത് കണ്ടിട്ടാണ് വേദപുസ്തകം അവനെക്കുറിച്ച് പറയുന്നത്, അവൻ ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമന്നു എന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുമ്പോഴുള്ള ഭാഗ്യമുള്ള തലങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് ക്രൂശിലെ മറ്റൊരു വ്യക്തിത്വം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആറാമതായി ക്രൂശിലെ മറ്റൊരു വ്യക്തിത്വം നമ്മെ പഠിപ്പിക്കുന്നത് ക്രൂശിലെ കള്ളൻ. രണ്ടുപേരും ഒരുപോലെ പരിഹസിക്കുന്നുണ്ട്, ഒരുപോലെ നിന്ദിക്കുന്നുണ്ട്. എങ്കിലും ഒരുവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ എന്നെ കൂടെ ഒന്ന് ഓർത്തുകൊള്ളണം. എപ്പോൾ? രാജ്യത്വം പ്രാപിക്കുമ്പോൾ. നീ യഥാർത്ഥത്തിൽ രക്ഷകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നീ യഥാർത്ഥത്തിൽ ഗുരുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നീ ദൈവപുത്രനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. കർത്താവ് ഒരു വാഗ്ദത്തം നൽകുന്നുണ്ട്, പാറിപ്പോകാത്ത വാഗ്ദത്തം, പാഴായി പോകാത്ത വാഗ്ദത്തം. ഇന്ന് നീ എന്നോടുകൂടെ പരദേശിലിരിക്കും. ക്രൂസിലേക്കുള്ള യാത്ര എന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു വ്യക്തിത്വം ഇതാണ്. അനുതാപത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവൻ വാഗ്ദത്തം ചെയ്യും പരദേശയുടെ മറ്റൊരു അനുഭവം. ഏഴാമതും അവസാനവുമായി ക്രൂസിലെ യാത്രയിൽ കാണുവാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ശതാധിപൻ. ശതാധിപനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, എല്ലാവരോടൊപ്പം ചേർന്ന് പരിഹസിക്കുകയും എല്ലാവരോടൊപ്പം ചേർന്ന് നിന്ദിക്കുകയും എല്ലാവരോടൊപ്പം ചേർന്ന് തള്ളിക്കളയുകയും ചെയ്യപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ശതാധിപൻ. ആ ശതാധിപൻ ഇവിടെ യേശുവിൻ്റെ ക്രൂശ് ചുമട്ട് നിൽക്കുകയാണ്. യേശുവിനെ ക്രൂശ് ചുമട്ട് നിന്നിട്ട് അവൻ്റെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുന്ന വേളയിൽ ആ ശതാധിപൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. 27 അധ്യായത്തിൻ്റെ 54 വാക്യത്തിൽ പറയുന്നു, ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്ന് ഏറ്റു പറയും. അതുവരെയും പരിഹസിച്ചവൻ, അതുവരെയും തള്ളിക്കളഞ്ഞവൻ, കല്ലെറിഞ്ഞവൻ, നീ ദൈവപുത്രനെ ഇറങ്ങി വരിക എന്നൊക്കെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്ദിച്ചവൻ ഇവിടെ പറയുകയാണ്, സത്യത്തിൽ ഇവൻ നീതിമാനാണ്, സത്യത്തിൽ ഇവൻ ദൈവപുത്രനാണ്. ദൈവമക്കളെ, ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഇവൻ നീതിമാനാണെന്ന് പറയുവാനും ഇവൻ ദൈവപുത്രനാണെന്ന് പറയുവാനും നമുക്ക് കഴിയണം. അതിന്ന് തന്നെ ആകട്ടെ. ഈ ക്രൂശീകരണ വേളയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ക്രൂശിൻ ചുവട്ട് നിൽക്കുന്ന ഞാനും നിങ്ങളും ഈ ശതാധിപനെ പോലെ പറയേണ്ടതായിട്ടുണ്ട്, നീതിമാൻ എനിക്ക് വേണ്ടി ക്രൂശിൽ കിടക്കുന്നുണ്ട്. സത്യത്തിൽ ദൈവപുത്രൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീരുന്നുണ്ട്. അവൻ എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി, എൻ്റെ ബലഹീനതയ്ക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവനെ ഞാൻ സാക്ഷീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഇവൻ സത്യത്തിൽ നീതിമാൻ ആയിരുന്നു. അവൻ്റെ വചനം നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ. അവൻ്റെ ക്രൂശ് മരണം നമ്മെ അതിനു വേണ്ടി സഹായിക്കട്ടെ. ഈ 7 വ്യക്തിത്വങ്ങളിൽ ഞാൻ എങ്ങനെയുള്ളവനാണ്? ഞാൻ ആരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ? എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ മാറ്റപ്പെടേണ്ടത്? പ്രിയമുള്ളവരെ, ഒരു നോമ്പ് കാലഘട്ടത്തിൻ്റെ അവസാന ദിവസങ്ങൾ,
ഒരു വിശുദ്ധ ശനിയാഴ്ച കൂടെ കഴിയുമ്പോൾ നോമ്പൊക്കെ വിട്ടച്ച് പോകും. 46 ദിവസത്തെ നോമ്പുകൾ കഴിഞ്ഞു പോകും. മറ്റൊരു പുനരുദ്ധാനത്തിലേക്ക്, ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ഒരു ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് എനിക്കും നിനക്കും പ്രവേശിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ക്രൂശൻ ചുവട്ട് നിന്നിട്ടിങ്ങനെ പറയുവാൻ കഴിയണം, ഇവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നവൻ, ഇവൻ സത്യത്തിൽ നീതിമാൻ ആയിരുന്നു, ഇവൻ സത്യത്തിൽ ദൈവപുത്രനായിരുന്നു. അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് തുറന്നുള്ള ക്രൂശിൻ്റെ മൊഴിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. 7 മൊഴി നമ്മെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഞാൻ ദൈവത്തോടുകൂടെ എങ്ങനെയായിരിക്കണം, ദൈവം എന്നിൽ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ഒരു ജീവിതം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് ഒരുങ്ങാം. പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങാം. വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. വചനം സമ്മതിക്കുന്ന മക്കളെ ദൈവം തൻ്റെ ആത്മാവിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുന്നു. ദൈവം നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം 141 കീർത്തനം നമുക്ക് ആലപിക്കാം. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ 141 കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ നമുക്ക് ആലപിക്കാം. അതിനുശേഷം 1 മൊഴി നമുക്ക് കേൾക്കാവുന്നതാണ്. 141 പാടുന്ന ആദ്യത്തെ 2 ചരണം, അതിനുശേഷം 1 മൊഴി ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ശാപത്തിലായല്ലോ ദൈവം